1890 രാത്രിയിൽ അവളുടെ ജീവിതം തിരിച്ചുമറിച്ച, അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച 3 കൊട്ടലുകൾ അവളുടെ വീട്ടിൽ സംഭവിച്ചു. വീട്ടിലെ വിളക്കിന്റെ വെളിച്ചം മങ്ങിയപ്പോൾ ടക് 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 എന്നുള്ള ആ വാതിലിലെ മുട്ടുന്ന ശബ്ദം, അതിൽ അവൾ കതക് തുറന്നു നോക്കുമ്പോൾ ഒരു പുരുഷൻ, അമ്മ, എൻ്റെ ഭാര്യ പ്രസവ വേദനയിലാണ്, പുരുഷ ഡോക്ടറെ കാണിക്കാനാവില്ല, ദയവായി നിങ്ങളെങ്കിലും ഒന്ന് വരൂ. ഐഡ അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുനിച്ചു. അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പരിശീലനമില്ല. വാതിൽ അടഞ്ഞു. അവളുടെ പിതാവ് ജോൺ സ്കഡർ ഡോക്ടറാണ്. അദ്ദേഹം ഇവരോടൊപ്പം പോകാൻ തയ്യാറാണ്. പക്ഷേ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഒരു പുരുഷ ഡോക്ടർക്ക് ഒരു സ്ത്രീയെ പരിശോധിക്കാനോ പരിചരിക്കാനോ അവകാശമില്ല. അതുകൊണ്ട് ഈ ഡോക്ടർ ചെല്ലാമെന്ന് പറഞ്ഞിട്ടും വന്നതായിട്ടുള്ള ഭർത്താക്കന്മാർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വിസമ്മതിച്ചതിന്റെ ഫലമായിട്ട് പിറ്റേന്ന് രാവിലെ 3 പേരുടെയും മരണവാർത്ത ഐഡ സോഫിയ സ്കഡർ എന്ന് പറയുന്ന പെൺകുട്ടി കേൾക്കുവാനിടയായി. അത് അവളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അവള് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ദൈവം ഇന്ന് എൻ്റെ ഹൃദയം തൊട്ടു. ഇനി ഞാൻ എൻ്റെ സുഖത്തിനായി ജീവിക്കയില്ല. ഈ ജനത്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങനെ അവൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവളുടെ മാതാവ് ചോദിച്ചു, ഐഡേ, നീ തിരിച്ചു പോവുകയാണോ? അപ്പോൾ അമ്മയോട് അവൾ പറഞ്ഞു, അതേ അമ്മേ, ഞാൻ ഡോക്ടറായി തിരികെ ഇന്ത്യയിലേക്ക് എത്തും. കോർണൽ മെഡിക്കൽ കോളേജിൽ 1899 അവൾ ബിരുദം നേടി. സുഹൃത്തുക്കൾ അവളോട് ചോദിച്ചു, ഐഡേ, നീ ന്യൂയോർക്കിൽ വലിയൊരു ആശുപത്രിയിൽ വളരെ പ്രഗത്ഭയായി തന്നെ ഒരു താരമായി തന്നെ വിളങ്ങുമല്ലേ? അപ്പോൾ അവൾ പറഞ്ഞ മറുപടി, അല്ല, എൻ്റെ ആശുപത്രി തമിഴ്നാട്ടിൽ വെല്ലൂരിലാണ്, എൻ്റെ ഹൃദയം ഇന്ത്യയിലാണ്. വെല്ലൂരിൻ്റെ വിത്ത് 1900 ഐഡ വിതയ്ക്കുവാനായിട്ട് ഈ ഇന്ത്യയിലേക്ക് അവളെ മടങ്ങിയെത്തി. ഒരു ചെറിയ വീട്ടിൽ ഒരു കിടക്കയോടെ അവൾ ഒരു ചെറിയ ക്ലിനിക്ക് ആരംഭിച്ചു. ആ ക്ലിനിക്ക് വേഗത്തിൽ ജനങ്ങളെ കൊണ്ട് നിറയാൻ ഇടയായി. 1902 മേരി ടാബർ സ്കൂൾ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നുള്ള പേരിൽ ഒരു ചെറിയ ആശുപത്രി അവളെ തുറക്കുവാനിടയായി. ഇന്ത്യക്ക് 100 കണക്കിന് സ്ത്രീ ഡോക്ടർമാരെ കൂടെ താൻ മുഖാന്തരം ഉണ്ടാക്കണം എന്ന് അവൾ തീരുമാനം എടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ CMCയുടെ ജനനം ആരംഭിക്കുകയാണ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. 1945 അത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ CMC ആയിട്ട് വളർന്നു. അതിൻ്റെ ഒരു മോട്ടോ, നോട്ട് ടു ബി മിനിസ്റ്റേർഡ് അൺടു ബട്ട് ടു മിനിസ്റ്റർ. ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാവും.